മക്കളെ, ഏതൊരു ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിലും എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരക്കാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാം. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു 3 - x ആണ്. സോ ആ കാണുന്ന ഫംഗ്ഷൻ ഇവിടെ അങ്ങ് എഴുതിയെടുക്കുക. ഏത് ഫംഗ്ഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ലിനിയർ ഫംഗ്ഷൻ ആണ്. x1 ആണ് വന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ടൈപ്പ് ആയിരിക്കും വരിക. ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. സ്ക്വയർ ആണെങ്കിൽ അതൊരു ഈ ഒരു പാരാബോളിക് ഷേപ്പിലാണ് വരിക. ക്യൂബ് ആണെങ്കിൽ ഏത് തരത്തിലും വരാം. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത് ഈ രീതിയിലുള്ള ചോദ്യമാണ്. സോ മക്കളെ, നിങ്ങൾ ഇങ്ങനെ കിട്ടിയാൽ ആദ്യം തന്നെ ഒരു ബോക്സ് വരയ്ക്കുക, എക്സ് വരയ്ക്കുക, എഫ് ഓഫ് എക്സ് വരയ്ക്കുക. നമ്മൾ റാൻഡം ആയിട്ട് ഈ കാണുന്ന എല്ലാ വാല്യൂസും കൊടുക്കുകയാണ്. ഇപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കൊടുത്താൽ 3 - 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 കിട്ടും. എക്സിന് 1 കൊടുക്കുമ്പോൾ 3 - 1 2 കിട്ടും. എക്സിന് 2 കൊടുക്കുമ്പോൾ 3 - 2 1 കിട്ടും. എക്സിന് 3 കൊടുക്കുമ്പോൾ 0 കിട്ടും. അപ്പൊ ഈ റൈറ്റ് സൈഡ് ഓക്കെ ആയി. ഇതേപോലെ നെഗറ്റീവിലേക്ക് കൊണ്ടുവരിക. എക്സിന് -1 കൊടുക്കുന്ന സമയത്ത് 3 മോഡ് -1 എന്നാൽ 1 ആണ്. സോ 3 - 1 അഗൈൻ 2 കിട്ടും. 3 മോഡ് -2 എന്നാൽ 2 ആണ്. 3 - 2 എന്നാൽ 1 കിട്ടും. ഇനി -3 കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 - ദാറ്റ് ഈസ് 0 കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും വാല്യൂസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് ഈസി ആയിട്ട് വരക്കാം. സോ ഞാൻ ആദ്യം എക്സ് ആക്സും വൈ ആക്സും വരക്കുന്നു. ആദ്യം തന്നെ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ എത്ര നോക്കും. ഇത് വൈ ആണ്, ഇത് വൈ ആക്സ് ആണ്. സോ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈ 3 ആണ്. അപ്പോൾ ഒരു പോയിന്റ് കിട്ടി. രണ്ടാമത് എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ 2 ആണ് കിട്ടുന്നത്. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ 2 കിട്ടുന്നു. ഓക്കെ, അടുത്ത എക്സിന് 2 കൊടുക്കുമ്പോൾ വൈ 1 കിട്ടുന്നു. ഏകദേശം ഇവിടെ വരുന്നു. അടുത്ത എക്സിന് 3 കൊടുക്കുമ്പോൾ 0 വരുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി സ്ട്രെയിറ്റ് ലൈൻ ഈ രീതിയിലാണ് വരുന്നത്. സെയിം രീതിയിൽ ഈ കാണുന്ന സൈഡിലുള്ള പോയിന്റ് കൂടി അടയാളപ്പെടുത്തുമ്പോൾ -1 കൊടുക്കുമ്പോൾ 2, -1 കൊടുക്കുമ്പോൾ 2 ഇവിടെ വരും. സെയിം രീതിയിൽ നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തുമ്പോൾ -2 കൊടുക്കുമ്പോൾ 1 ഇങ്ങനെ വരും. ഇതേപോലെ നമുക്ക് ഇവിടെ -3 ഇവിടെ ഇങ്ങോട്ട് ഒരു വര കിട്ടും. സോ ഈ കാണുന്നതാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. 2 മാർക്ക് ഷുവർ ആണ്. ഇതുപോലെ ഏത് ചോദ്യമാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ഇതുപോലെ ഗ്രാഫ് വരക്കുന്നു, ഈ പേര് എഴുതിയെടുക്കുന്നു, എന്നിട്ട് എക്സും എഫ് ഓഫ് എക്സും വെച്ചിട്ട് ഈ കാണുന്ന നമ്പേഴ്സ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കോർഡിനേറ്റ് കിട്ടും. ഈ കോർഡിനേറ്റ് സാധാ പോലെ എക്സ് ആക്സും വൈ ആക്സും വരച്ച് അടയാളപ്പെടുത്തിയാൽ കിട്ടുന്ന ഷേപ്പ് ഏതാണോ അതാണ്. അപ്പോൾ മോഡ് എക്സ് ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഷേപ്പ് ഈ രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. പിന്നെ അതേപോലെ തന്നെ സ്ക്വയർ ടേം വരികയാണെങ്കിൽ ഇതിന് ചെറിയൊരു വളവൊക്കെ കൊടുത്ത് വരച്ചാൽ മതി. ചെറിയൊരു വളവ്, ഒരു പാരാബോളിക് ഷേപ്പിലാണ് ചിത്രം വരിക. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. സോ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്.